ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ AD Tech. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫോൺ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ഈ ഫോൺ മോട്ടറോളയുടെ ഒരു ഫോണാണ് കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞു വരുന്ന ഫോൺ മോട്ടറോളയുടെ എഡ്ജ് 70 ആണ് കേട്ടോ. മോട്ടറോളയുടെ എഡ്ജ് 70 ഇറക്കിയേക്കുന്നത് ഒക്ടോബർ 2025 ആൻഡ് എനിക്ക് തോന്നുന്നു 2025 ബെസ്റ്റ് മിഡ് റേഞ്ച് ഫോണായിട്ട് നമുക്ക് കണക്കൂട്ടാം. കാരണം ഇതിൽ വരുന്ന ഫീച്ചേഴ്സാണ്. അത് വെച്ചാൽ ആദ്യത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ UFS 3.1 ആൻഡ് ഇതിൻ്റെ ക്യാമറ എന്ന് വെച്ചാൽ 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, ഫ്രണ്ട് ക്യാമറ 50 മെഗാ പിക്സൽ. ഈ 3 ക്യാമറയിലും ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ക്ലാരിറ്റിയോടെ കിട്ടും. ആൻഡ് ഇനി ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4K 120 FPS വരെ റെക്കോർഡ് ചെയ്യാം. 1080p ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 240 FPS വരെ റെക്കോർഡ് ചെയ്യും. അത് ബാക്ക് ക്യാമറയിൽ. പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 30 FPS 4Kയിൽ റെക്കോർഡ് ചെയ്യാം, 60 FPSൽ 1080pയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ അടുത്തൊരു ഡിസ്പ്ലേ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ്, POLED ഡിസ്പ്ലേ. പിന്നെ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. ആൻഡ് 4500 നിറ്റ്സും ആണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ബാറ്ററിയാണ്. 4800 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അത് 68 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അത് വയേർഡിലാണ്. വയർലെസ് ആണ് വെച്ച് കഴിഞ്ഞാൽ 15 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് സപ്പോർട്ടഡ്. ഇനി ഇതിൻ്റെ ചിപ്സെറ്റ് ആണ് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 4 ആണ് വരുന്നത്. ആൻഡ് ഇതിൽ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. ആൻഡ് എനിക്ക് തോന്നുന്നു മോട്ടറോളയുടെ എഡ്ജ് 60 മാതിരി തന്നെ എഡ്ജ് 70 ഒരു അപ്ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് വെച്ചാൽ ബാക്ക് ക്യാമറയിൽ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ 3 മോഡിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണമാണ് വർക്കിംഗ്, മറ്റേത് ഡമ്മിയാണ്. സോ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡെപ്ത് വ്യൂ മാതിരി കൊടുക്കുമായിരുന്നു വെച്ചെങ്കിൽ അത് ഇത്തിരി കൂടി യൂസ്ഫുൾ ആയിരുന്നു. അല്ലാതെ വെറുതെ യൂസ്ലെസ് ആക്കിയിട്ട് ഇത് ഡിസൈൻ ആയാലും ഇതിൻ്റെ സൈസും കൂട്ടുന്ന കാരണം ഇതിൻ്റെ ബാറ്ററി ആയാലും കപ്പാസിറ്റി ആയാലും കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഫോണിൻ്റെ ബാറ്ററി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. അബവ് 90 FPS വരെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്മൂത്ത് ഗെയിം പ്ലേ ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 29,999. ആൻഡ് ഇത് 3 കളറിലാണ് വരുന്നത്. ഗാഡ്ജറ്റ് ഗ്രേ, ലില്ലി പാഡ്, പിന്നെ ബ്രോൺസ് ഗ്രീനാണ് കേട്ടോ വരുന്നത്. ആൻഡ് ഇത് 512 GB സ്റ്റോറേജിലും വരുന്നുണ്ട് കേട്ടോ പ്രാവശ്യം. പിന്നെ 256 GB-ലും. ആൻഡ് ഇതിൽ 256 GB-ൽ 8 GB റാം 12 GB റാമിലുണ്ട്. 512 ആണ് വെച്ച് കഴിഞ്ഞാൽ 12 GB റാമാണല്ലോ കേട്ടോ. ആൻഡ് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. എനിക്കിഷ്ടമായി ഈ ഫോൺ. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ് റേഞ്ചിൽ 2025 ബെസ്റ്റ് ഫോണാണ്. അപ്പോൾ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി അമർത്തിയില്ല വെച്ചെങ്കിൽ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾ വിട്ടുപോകും കാണാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി.